സർ ഇപ്പോൾ ഒരു ട്രെൻഡ് കാനഡയിലേക്ക് പോവുക, UK പോവുക, അത് ഏതാണോ കോളേജ് എന്താണോ കോഴ്സ് എന്താണോ ഒന്നും നോക്കാതെ ഒരു ട്രെൻഡ്, പ്രത്യേകിച്ചും വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത. അത് നമ്മുടെ മാധ്യമങ്ങൾ ആഘോഷിച്ചത് കേരളത്തിൽ നിന്ന് ഏകദേശം 3000-ഓളം കുട്ടികൾക്ക് വിദേശത്തേക്ക് പഠിക്കാനുള്ളൊരു യാത്രയപ്പ് കൊടുത്തു എന്നുള്ളതാണ്. അത് പലപ്പോഴും +2 കഴിഞ്ഞിട്ടൊക്കെയാണ് പോകുന്നതാണെങ്കിലും വളരെ ചെറിയ, നമ്മുടെ നാട്ടിൽ പോലും വാല്യൂ ഇല്ലാത്ത ചില കോഴ്സുകൾക്കൊക്കെയാണ്. ആ ഒരു ട്രെൻഡിനെ കുറിച്ചുള്ള ഒരു സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ബേസിലുള്ള ഒരു കാര്യം പറഞ്ഞാൽ ഏറ്റവും ഇത് കേൾക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഭാവിയിൽ ഈ ഒരു വീഡിയോ കാണാൻ കാണുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. ഇവിടെ നേരത്തെ ഈ ചോദ്യത്തില് പറഞ്ഞല്ലോ കാനഡയിലേക്ക് US അങ്ങനെയല്ല കുട്ടികളുടെ ചോദ്യം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ദയനീയ വശം. പുറത്ത് പഠിച്ചെടുക്കുന്നുണ്ടാവും. അപ്പോ പുറം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് ആണോ, ശ്രീലങ്ക ആണോ, US ആണോ ഒന്നുമില്ലെങ്കിൽ പുറത്ത് പോകണം. അപ്പൊ ഇതൊരു ജയിലാണെന്നും ഇതിന് പുറത്തുള്ളതൊക്കെ വളരെ വിശാലമായ സുന്ദരമായ ലോകമാണെന്നും ഈ പറഞ്ഞ വാർത്തകളും കാര്യങ്ങളൊക്കെ വെച്ച് കുട്ടികൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുക. കോഴിക്കോട്ട് IIM ഉണ്ട്, കോഴിക്കോട്ടുണ്ട് വളരെ, ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കാത്ത വളരെ ലോക്കൽ സ്ഥാപനം. തിരുവനന്തപുരത്ത് CET ഉണ്ട്, പേരെ പറയേണ്ടതില്ലാത്ത സാധാരണ കോളേജുണ്ട്. US പോയിട്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ പോയിട്ട് അവിടെ വഞ്ചിക്കപ്പെട്ട മലയാളികൾ തന്നെയാണ് ആ സ്ഥാപനം നടത്തിയതുള്ളത് പത്രങ്ങളിൽ വന്നതാണ്. അപ്പോൾ വളരെ ലോക്കലായിട്ടുള്ള സ്ഥാപനം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. കുട്ടി വിദേശ അനുഭവം ഒക്കെ കിട്ടാനാണെങ്കിൽ നിങ്ങൾ കാനഡ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ, വെറും ഒരു ഡിഗ്രി പഠിക്കാൻ വേണ്ടിയാണ് പോകുന്നതെങ്കിൽ, അവിടെ നിങ്ങളൊരു ഇവിടുന്ന് ഒരു ദീർഘയാത്ര നടത്തുന്നു, അവിടെ എത്തുന്നു. അവിടെ ഏതോ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ പ്രയാസപ്പെടുന്ന മൈനസും പ്ലസും മാറി കളിക്കുന്ന കാലാവസ്ഥയിൽ ജീവിക്കുന്നു. നിങ്ങൾ ജസ്റ്റ് ഒരു പാർട്ട് ടൈം ജോലി, ഇവിടെ നമ്മൾ ചെയ്യാത്ത മറ്റു ജോലികൾ അവിടെ ചെയ്യുന്നു. ഇതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് അതൊരു വലിയ എൻജോയ്മെന്റ് ഒന്നും അവിടെ വരുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ ഇവിടെ ഒരു ഡിഗ്രി PG ഒക്കെ എടുത്തിട്ട് നല്ല സ്ഥലത്ത് പഠിച്ചിട്ട് വിദേശത്ത് ജോലിക്കായിട്ട് പോകുന്നു വിചാരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ PDF പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിന് വേണ്ടി പോകുന്നു വിചാരിക്കും. അത് നിങ്ങൾക്ക് ഒരു സ്ഥലത്തെത്തി, അത് കഴിഞ്ഞ് ജപ്പാനിൽ നിന്ന് പിന്നെ പോകുന്നത് US സൗത്ത് ആഫ്രിക്കയിലേക്കായിരിക്കും. അങ്ങനെ ലോകം മൊത്തം എത്തുന്ന ഈ പറഞ്ഞ IIT-ക്കാരും MBA-ക്കാരൊക്കെ പോകുന്നൊരു ലോകമുണ്ടല്ലോ, അതാണ് യഥാർത്ഥ വിദേശ പഠനം അല്ലെങ്കിൽ വിദേശ അനുഭവം. അവിടുത്തെ മികച്ച ഓക്സ്ഫോർഡിൽ പോകും, നല്ലതാണ്. ആ റേഞ്ചിലുള്ള QS റാങ്കിങ്, നേരത്തെ NIRF റാങ്കിങ് എന്ന് പറഞ്ഞ പോലെ വിദേശ പഠനത്തിൽ റാങ്കിങ് ഉണ്ട്. അങ്ങനെയുള്ളത് പോയിട്ട് പഠിച്ച് ഏറ്റവും നല്ലത്. അതേസമയം ചില നല്ല സ്ഥാപനങ്ങളിലൊക്കെ കമ്പാരിറ്റീവ്ലി പ്ലേസ്മെന്റ് ഒക്കെ ജോലി ഒക്കെ കിട്ടുന്നു എന്ന് മനസ്സിലാക്കുന്ന ചില സ്ഥാപനങ്ങളിൽ നിങ്ങൾ പോയിട്ട് ഓസ്ട്രേലിയയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വളരെ നല്ല നിലയിൽ സെറ്റിലെത്തിയതറിയാം, കാനഡയിൽ പോയതറിയാം. കാനഡയിലെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ഒരുപാട് മീഡിയയിലൊക്കെ വരുന്നതാണ്. അവിടെ അവര് കട്ട് ഷോർട്ട് ചെയ്യാണ്, എണ്ണം കുറയ്ക്കുകയാണ്, ജോലി സമയം പരമാവധി ആഴ്ചയിൽ 24 മണിക്കൂർ മാത്രമാക്കി കുറയ്ക്കുന്നതിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നു. വീടുകൾക്ക് ആളുകൾ കണ്ടമാനം ചെല്ലുന്നതുകൊണ്ട് വീടുകൾക്ക്, താമസ സ്ഥലങ്ങൾക്ക് അപാരമായ ക്ഷാമം ഉണ്ടാവുന്നു. അപ്പൊ ഇങ്ങനെ ഓടിക്കയറി ഇവിടെ എന്തോ ജയിലാണ്, അതുകൊണ്ട് ഞാനങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള മട്ടിൽ പോകാതെ നിങ്ങൾക്ക് അവിടെയുള്ള കോഴ്സുകളെ കുറിച്ചൊക്കെ ശരിക്കും മനസ്സിലാക്കും. മാത്രമല്ല അവിടെ കോളേജ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട്, പലതരത്തിലുള്ള അഡ്മിഷൻ ഉണ്ട്. നിങ്ങൾ നേരിട്ട് ഇപ്പോൾ കാനഡയിലെ വെൻസർ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ നേരിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്ത് അവിടെ പോകുന്നതും, ഒരു ഏജന്റ് വഴി അതിന് കീഴിലുള്ള കോളേജുകളിലേക്ക് പോകുന്നതും രണ്ടും തമ്മിൽ അവിടെ കിട്ടുന്ന സർട്ടിഫിക്കറ്റുകളിൽ ഒരു വ്യത്യാസമുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ വെൽ സ്റ്റഡി ചെയ്തിട്ട് വേണ്ടത്ര റിസർച്ച് നടത്തിയിട്ട് ബെറ്റർ പിന്നീട് പോകാം. അതല്ല നിങ്ങൾ ഉഗ്രനാണെങ്കിൽ സാറ്റ് എഴുതൂ, SAT, സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, എന്നിട്ട് ലോകത്തിലെ ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ പോയി പഠിക്കും. എനിക്കൊരു ചെറിയൊരു കാര്യം ആഡ് ചെയ്യാനാണ് പറഞ്ഞതിനോട്. ഇപ്പോ നിങ്ങൾ MIT-യിൽ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹാർവാർഡിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ +2 മാർക്ക് ഷീറ്റും കൊണ്ടുപോയാൽ അല്ലെങ്കിൽ കുറച്ച് കാശും കൊണ്ടുപോയാൽ അഡ്മിഷൻ കിട്ടുമെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ, നല്ല യൂണിവേഴ്സിറ്റികൾ എല്ലാവരും ക്ലെയിം ചെയ്യുന്നത് ഞങ്ങൾ നല്ല യൂണിവേഴ്സിറ്റികൾ, ഈ റാങ്കിങ്ങിൽ നല്ല ഉഷാറായിട്ടുള്ള, ആ റാങ്കിങ്ങിൽ ഉഷാറായിട്ടുള്ള യൂണിവേഴ്സിറ്റീസിലാണ് കൊണ്ടുപോകുന്നതെന്നാണ് എല്ലാ കൺസൾട്ടൻസും ചെയ്യുന്നത്. ഞാൻ വിദേശത്ത് പഠിക്കുന്നതിനെതിരൊന്നുമില്ല. നിങ്ങൾക്ക് അതിനുള്ള പണമോ മറ്റ് സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കാം. പക്ഷെ അത് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയാണ് പഠിക്കുന്നത് എന്നുള്ള ക്ലെയിംസ് ഒക്കെ എന്താണ്, അത്
വളരെ അബദ്ധമാണ്. നിങ്ങളുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പ്ലസ് ടു മാർക്ക് വെച്ചിട്ടാണോ നിങ്ങൾ ഇതിന് പോകുന്നത്? ഏത് യൂണിവേഴ്സിറ്റി എടുക്കുക? ഏറ്റവും മിനിമം ഒരു IITS ടോപ്പറും സാർ പറഞ്ഞ SIT ഒക്കെ എഴുതേണ്ടി വരും. ഇനി നിങ്ങൾ MIT സ്റ്റാൻഫോർഡിലോ പഠിക്കണം എന്നുണ്ടെങ്കിൽ SIT എഴുതിയാലും UG വളരെ കോസ്റ്റ്ലിയാണ്. ലക്ഷങ്ങളല്ല കോടികളുടെ അടുത്ത് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് ഇന്ത്യയിൽ നമുക്ക് അത്ര അഫോർഡബിൾ അല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിസർച്ചിൽ പറഞ്ഞ ഓപ്ഷൻ എന്തുണ്ട് ഇന്നും അവൈലബിൾ ആണ്. നിങ്ങൾ ബിടെക് നല്ല യൂണിവേഴ്സിറ്റിയിൽ എടുത്തിട്ട് നിങ്ങളുടെ MSനോ PhDക്കോ വേണ്ടിയിട്ട് നിങ്ങൾ ഇത്തരം യൂണിവേഴ്സിറ്റിയിൽ പോകും. ഓക്കെ. രണ്ട്, ഇത് ഓക്കെ ആയ കാലഘട്ടം ഉണ്ടായി. എന്തിനാണ് കുട്ടികൾ അങ്ങോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അത് ഈ കോഴ്സിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ പറഞ്ഞാൽ അതൊന്നല്ല കാരണം. അത് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ളതും അവിടെ ഒരു പെർമനന്റ് റെസിഡൻസി കിട്ടുമെന്നുള്ള ഈ രണ്ട് കാരണങ്ങൾക്ക് വേണ്ടിയിട്ടും പിന്നെ മേ ബി നാട്ടുകാരെങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എങ്ങനെയെങ്കിലും ഒഴിവായി കിട്ടുന്ന ചോദ്യത്തിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ പോകുന്നത്. ഓക്കെ. അപ്പോ പക്ഷെ ഇത് പറഞ്ഞ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും വാലിഡ് അല്ല. അത് 2 വർഷം മുമ്പ് വരെ വാലിഡ് ആയിരുന്നു. പെർമനന്റ് റെസിഡൻസിക്ക് അല്ലെങ്കിൽ ആഫ്റ്റർ സ്റ്റുഡന്റ് വിസക്കൊക്കെ കാനഡയും UK അടക്കമുള്ള രാജ്യങ്ങൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ചിട്ടുണ്ട്. ഇമിഗ്രൻസിന്റെ എണ്ണം കൂടിയത് കൊണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇത് ഗവൺമെന്റ് റെഗുലേഷൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ഉക്രൈൻ റഷ്യ വാർ ഉണ്ടായപ്പോൾ ഉക്രൈനിലെ MBBS സ്റ്റുഡൻസ് ഒരു തൃശങ്കു സ്വർഗത്തിലായ പോലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അതാണ് ഇതിൽ രണ്ടാമത്തെ കാര്യം. മാത്രമല്ല അവിടെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഭൂരിഭാഗം ആളുകളും ഏറ്റവും കൂടുതൽ ആളുകൾ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്റെ ഒരു ഫ്രണ്ട് UK സംസാരിച്ചപ്പോൾ പറഞ്ഞു ജെറിയാട്രിക്സിലാണ്. ജെറിയാട്രിക്സ് ആണ് ഓൾഡ് ഏജ് കെയർ ഹോം ആണ്. ആ ജോലിക്ക് എന്തെങ്കിലും മോശമായിട്ട് പറയല്ല, പക്ഷെ അതിന് വേണ്ടിയിട്ടാണോ നമ്മൾ പോകേണ്ടത് എന്നുള്ള ഒരു ചോദ്യം. നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് പോകുക. അപ്പൊ ഇത് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയാണ് ഭൂരിഭാഗം ഉള്ളത്. ഓക്കെ. എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് വെൽ സ്റ്റഡീഡ് ആയിട്ട് വേണം നമ്മൾ അത്തരം സ്ഥലങ്ങളിൽ പോകാൻ. പിന്നെ തുടക്കത്തിൽ അവതാരം പറഞ്ഞ നമ്മുടെ ജീവിതത്തിന്റെ എത്തിക്സ് കാര്യങ്ങൾ അത് വളർത്താൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടോ എന്നുള്ളതും കൂടെ ഒരു ചോദ്യം.